അല്ല, ഉണ്ണി പറഞ്ഞ സത്യമാണ്. കാരണം ടീമിലുള്ളവർ ആണ് പ്രാക്ടീസിന് ചെന്നിരിക്കുന്നത്. അതിൽ ഇങ്ങനൊരു വർഷം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ണി പറഞ്ഞ സത്യമാണ്. ടീമിലുള്ളവർ അയക്ക് പ്രാക്ടീസിന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ദാറ്റ് യെസ് ഡൺ. ഓക്കെ. ഇതിൻ്റെ ഒരു ഇപ്പം നമ്മൾ വെറുതെ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ CCL നോക്കുമ്പോൾ ഫോർമർ പ്ലെയർ രാജീവ് പിള്ള എന്നിട്ടുണ്ട്. ആ ആ എനിക്ക് കണ്ടപ്പോൾ അല്ലാണ്ട് തോന്നി. കാരണം ഇപ്പം അല്ലാതെ ഇപ്പം ലാലേട്ടനൊക്കെ ഫോർമർ പ്ലെയർ നേട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന് പ്രൈം ഫോക്കസ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിലുള്ള ഒരു നമുക്കറിയാമല്ലോ, അദ്ദേഹം അതിലുള്ള ഒരു വ്യക്തിയല്ല. പക്ഷേ ഇത്രയും മനോഹരമായി കളിക്കുന്ന ഒരാളെ ഫോർമർ പ്ലെയർ എന്ന് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫീല് തോന്നി. അത് നോക്കിയായിരുന്നോ? ഇല്ല, ഞാനത് നോക്കിയില്ല കേട്ടോ. ഞാൻ ഭയങ്കര വീക്കാണ് സോഷ്യൽ മീഡിയ. ബട്ട് സ്റ്റിൽ ഫോമർ കേരള സ്ട്രൈക്കേഴ്സ് പ്ലെയർ ആണെങ്കിൽ ഓക്കെ. ബട്ട് ഇവഞ്ച്വലി ഞാൻ ഇപ്പോഴും മുംബൈ സ്ക്വാഡിലുണ്ട്. അപ്പോൾ ഫോമർ CCL പ്ലെയർ ആയിട്ടില്ല. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് CCL അല്ലല്ലോ, നമ്മൾ ഷൂട്ടിനിടയിൽ വന്ന് ചെയ്യുന്നതേ ഉള്ളൂ. വി ആർ നോട്ട് പ്ലേയേഴ്സ്. ഈ ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെടുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. എന്ത് റീസൺസ് കൊണ്ടാണല്ലോ. ഇപ്പം 22ഓളം പേരടങ്ങുന്ന ഒരു സ്ക്വാഡാണ് ഒരു ടീം. എൻ്റെ ഒരു അറിവ് ശരിയാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവ് ശരിയാണ്, 22 പേരാണ് അതിൻ്റെ അകത്ത് അടങ്ങുന്നത്. അതിൽ 11 പേര് കളിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ടാവാം. ഈ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, ആരോടെങ്കിലുമൊക്കെ ചോദിക്കുമോ? ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും വരികയോ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? എന്നെ വിളിച്ചവരുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് അറിഞ്ഞിട്ട് വിളിച്ചവരുണ്ട്. മണിക്കുട്ടൻ വിളിച്ചു, അർജുൻ, സിദ്ധാർത്ഥ് മേനൻ. They were kind enough to give me a call and they realized the fact that I'm not there. അപ്പോൾ അവർ ഇല്ലാത്തതിൽ വിഷമമുണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഇത്രയും പേര് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് ഒരു പക്ഷേ ഞാൻ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നിരിക്കുക. അതുകൊണ്ട് ജെനുവിൻലി ഫീൽ ചെയ്തുകൊണ്ടായിരിക്കും അപ്പോൾ ഇവർ വിളിച്ചിരുന്നത്.